എല്ലാവർക്കും നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ബഷീറാണ് കേട്ടോ. ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള വീട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അതായത് നമ്മുടെ വാഴക്കോട് ടു ആലത്തൂർ പോകുന്ന സ്റ്റേറ്റ് ഹൈവേ, പഴയന്നൂർ വഴിക്ക് അങ്ങനെ ആലത്തൂർക്കൊക്കെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് കല്ലേപ്പാടം ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് കിഴക്കോട്ട് ദർശനമുള്ള 18 സെൻറ്റ് പറമ്പാണ് കേട്ടോ. ജന്മം തീറ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലത്ത് 800 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് പുതിയ വീടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർക്കുകളും വയറിങ്, പ്ലംബിങ് ഉൾപ്പെടെ മെയിൻ സ്ലാബ് അടക്കം പുതിയ വാർപ്പ് കഴിഞ്ഞിട്ടുള്ള പുതിയ വീട്. മുറ്റത്തൊക്കെ ഒരു 2-3 വണ്ടികളൊക്കെ വന്നാൽ നിർത്താനുള്ള മുറ്റം സൗകര്യത്തോടു കൂടെ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു കിണറാണ് കേട്ടോ. കിണറിലെ വീഡിയോയിലേക്ക് ഞാൻ വരാം. എത്ര കടുത്ത വേനലിലും വറ്റാത്ത ഒരു കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ളൊരു നാടൻ ഓപ്പൺ കിണർ. അതാണ് നമുക്കിതിന് വെള്ളത്തിൻ്റെ സോഴ്സ്. അപ്പോൾ ഈ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടുള്ള വലിയൊരു ഹാളിനോട് ചേർന്ന് 2 ബെഡ്റൂം, അടുക്കള, വർക്ക് ഏരിയ, ഒരു കോമൺ ബാത്റൂം. ഇതിൽ നമുക്ക് ഏതിനും അറ്റാച്ച്ഡ് സൗകര്യമില്ല. 2 ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ്, ഈ ബെഡ്റൂമിൻ്റെ അപ്പുറത്തെ സൈഡ് കിണർ വരുന്നത് കൊണ്ട് അവർ അവിടേക്ക് ആ കിണർ വെള്ളത്തിനടുത്ത് അല്ലെങ്കിൽ കിണറിനോട് ചേർന്ന് കക്കൂസ് കുഴി കെട്ടണ്ടെന്നല്ലോ എന്ന് ഓർത്തിട്ട് അത് പുറകിലേക്ക് ആയതുകൊണ്ട് അവിടെ നമുക്ക് അറ്റാച്ച്ഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് കോമൺ ആയിട്ടാണ് ഒരു ബാത്റൂം സൗകര്യം ഇതിലുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ ടൈൽസ് കാര്യങ്ങൾ, അതിൻ്റെ എപ്പോക്സി വർക്കുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് താമസിക്കാത്ത പുതിയ വീടാണ്. കുറച്ച് വീട്ടുപകരണങ്ങൾ അവിടെ കിടക്കുന്നേ ഉള്ളൂ, താമസിക്കാത്ത പുതിയ വീട്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യം പറയാം. 28 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില ഫൈനലായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ 18 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അതൊരു കാലി സ്ഥലമല്ല. അതിനകത്ത് നമുക്ക് തെങ്ങുകൾ, മാവ്, പ്ലാവ്, ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഉള്ള മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അടുക്കളയുടെ ഭാഗമൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞ് ഫിനിഷിങ് ആയിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ വീടിൻ്റെ പണികളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ ബാത്റൂമിലൊരു ഡോറ് വെക്കാനുണ്ട്. ആ ഡോറ് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡറൊക്കെ ആയിട്ട് വരും ഏകദേശം ഈ കല്ലേപ്പാടം എന്ന് പറഞ്ഞ ഭാഗം. ഇവിടെ നിന്നും പഴയന്നൂരാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുള്ള ടൗണ്. അതിലേക്ക് ജസ്റ്റ് ഒരു 4 കിലോമീറ്ററിനടുത്തായിട്ട് ദൂരമുള്ളൂ കേട്ടോ. എല്ലാവിധ സൗകര്യങ്ങളുള്ള വലിയൊരു ടൗണാണ് പഴയന്നൂർ ടൗൺ. അപ്പോൾ ഏകദേശം ഒരു 90% സ്ക്വയറായിട്ട് കിടക്കണ, നിരപ്പായി കിടക്കുന്ന പറമ്പ്. അപ്പോൾ ഇതിലൊരു നല്ലതുപോലെ കായ്ക്കുന്ന ഒരു 6-7 തെങ്ങുകൾ ഇപ്പം നാളികേരം ഇട്ടിട്ട് അത് കൊണ്ടുപോയിട്ടില്ല. അവർ സൈഡിൽ പറക്കിയിട്ടിട്ട് അതിന് മുകളിൽ ഓലയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 6-7 തെങ്ങുകൾ നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. ഒരു 3-4 കവുങ്ങുണ്ട്. അതിലൊക്കെ കുരുമുളകുണ്ട്. അതുപോലെ മാവ്, പ്ലാവ്, മഹാഗണി എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇരുമ്പാമ്പുളി, അതുപോലെ വേറെ എന്തിൻ്റെയൊക്കെ ഫ്രൂട്ട്സിൻ്റെ ചെറിയുടെ ഒരു തൈയൊക്കെ കണ്ടു. ഇനിയും നമുക്ക് എന്തും ഇതിനകത്ത് നട്ട് നനച്ചുണ്ടാക്കാനായിട്ട് വെള്ളത്തിൻ്റെ സൗകര്യം ഉള്ളത് കൊണ്ട്, നിരപ്പായി കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും, മഴക്കാലത്തൊന്നും വെള്ളം കയറുകയോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമൊന്നും അല്ല കേട്ടോ. വേനൽക്കാലത്ത് വെള്ളം വറ്റുകയില്ല. അപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സാധാരണപ്പെട്ട ചെറിയ ഫാമിലിക്കൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണിത്. വീടിൻ്റെ ചുമരിൻ്റെ നിർമ്മാണമൊക്കെ ഇഷ്ടിക കൊണ്ടാണ്, സിമെൻറ്റ് ബ്രിക്കല്ല, ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള നല്ലൊരു വീട്. പുറകുവശത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൽ 1-2 പശുവിനെ കെട്ടാൻ പാകത്തിനുള്ളൊരു തൊഴുത്ത് കെട്ടാനായിട്ട് ഈ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇതാണ്ട് ഈ കാണുന്ന ഭാഗത്ത് ഒരു അടിത്തറ ഇട്ട് വെച്ചിട്ടുണ്ട്. മേൽക്കൂര നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷീറ്റ് കൊണ്ടൊന്ന് കവർ ചെയ്യണമെന്ന് മാത്രം. അവിടെ അതിനെ തൊഴുത്തിന് കെട്ടാനൊക്കെ ആയിട്ട് ഇതവിടെ കണ്ടോ അങ്ങനെ ഒരു രീതിക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. പശു വളർത്തുന്നവർക്ക് വളർത്താം. ഇവരൊരു പശുവിനെ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ അത്യാവശ്യം മുരിങ്ങയും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ്. 18 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മളൊരു 5 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൊടുക്കണം 30 ലക്ഷം രൂപ. അപ്പം മെയിൻ റോഡിൽ നിന്ന്, നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.25 കിലോമീറ്റർ ഉള്ളിലോട്ടും പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു 15 മീറ്റർ ദൂരം മണ്ണ് റോഡാണ്. അതെല്ലാം വണ്ടിയും വരും കേട്ടോ. വണ്ടികൾക്കൊന്നും വരാൻ യാതൊരു, കാരണം ഈ വീട് പണിയാനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ടിപ്പർ പോലത്തെ വണ്ടികളൊക്കെ വന്നിട്ടുള്ള വീതിയുള്ള വഴിയാണ്. അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ല വീടും പറമ്പുമാണ്. അതുപോലെ സ്റ്റെയർ പുറത്തുകൂടെ കൊടുത്തിരിക്കുന്നു.
ഇനിയിപ്പോൾ 1-2 റൂമൊക്കെ ഭാവിയിൽ മുകളിൽ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ അടിത്തറ പണിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. 18 സെൻറ്റ് പറമ്പും 800 സ്ക്വയർ ഫീറ്റ് വീടും, കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനമെന്ന് ഞാൻ പറഞ്ഞു. മുകളിലൊക്കെ പാരപ്പറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കെട്ടി എൻ്റെ പണികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വീട് നല്ല വീടാണ്. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് മുസ്ലിം പള്ളികളും ആരാധനാലയങ്ങളും അമ്പലങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് കോളേജ്, IT കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തായാലും വിളിക്കുക, വിളിച്ചിട്ട് വരിക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.